ഹായ് ഓൾ. അപ്പോൾ ഞാനിന്ന് പോകുന്നത് എൻ്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനായിരുന്നു. ഇതാണ് ശ്രീഷ്മ. ഇയാൾ കുറച്ച് നേരമായിട്ട് എന്നെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അടുത്ത ആൾ ദേ ഇവിടെ നിൽക്കുന്നുണ്ട്. പള്ളിയിലൊക്കെ പോയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ക്രീം ബൺ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ MS കേക്ക്സ് ആൻഡ് ബേക്കേഴ്സിൽ വന്നു. അങ്ങനെ ഞങ്ങൾ ക്രീം ബണ്ണൊക്കെ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ശ്രീഷു ആണ് ഫസ്റ്റ് ബൈറ്റ് എടുത്തത്. സൂപ്പറാന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം നമ്മുടെ 5 കൊള്ളാന്നൊക്കെ പറയുന്നുണ്ട്. ഒട്ടും മനസ്സിലാവില്ല ആക്ടിങ് ആണ്. ഞാൻ മാത്രമേ ഇത് സത്യത്തിൽ ഫസ്റ്റായിട്ട് കഴിക്കുന്നുള്ളൂ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നല്ല ഫില്ലിങ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് ആയിട്ട് ട്രൈ ചെയ്തത് അവിടുത്തെ ഡോണറ്റാണ്. ഇത് ഡാർക്ക് ചോക്ലേറ്റ് ഡോണറ്റാണ്. നല്ല സോഫ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഞാൻ സത്യത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും സോഫ്റ്റായിട്ട് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡോണറ്റ് കഴിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് നേരെ അൽത്താസയിലേക്ക് പോയി. അവിടെ നിന്ന് ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് പോയത്. മെനൂസിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. ചുമ്മാ പട്ടി ഷോയ്ക്ക് വേണ്ടി ഓപ്പൺ ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഷവർമയൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചുമ്മാ മെനു ഒക്കെ നോക്കി അതും ഇതുമൊക്കെ സംസാരിച്ച് കളിച്ച് ചിരിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്ത് തമാശയൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുമ്പോഴാണ് നമ്മൾ ഷവർമ ഇങ്ങെത്തി. അങ്ങനെ അതൊക്കെ നോക്കി ഭംഗിയൊക്കെ ആസ്വദിച്ചു. അതിനുശേഷം ഞങ്ങളൊരു വാട്ടർമെലൻ്റെ ഒരു മൊയ്റ്റും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, നേരെ ഷവർമയൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഇരിക്കുകയാണ്. ശ്രീഷുവിനാണ് ഒടുക്കത്തെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കഴിക്കാൻ. അത് ഞങ്ങൾ കഴിച്ചൊക്കെ നോക്കിയപ്പോൾ കൊള്ളായിരുന്നു. എനിക്കിഷ്ടമായി. നല്ല ഷവർമയാണ് അവിടുത്തെ. നല്ല ടേസ്റ്റും നല്ല ഫില്ലിങ്സൊക്കെ ഉള്ള ഒരു ഷവർമ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും സംസാരിച്ചുകൊണ്ട് കഴിച്ചു. ശ്രീഷുവിനും ഇഷ്ടമായി. ഓരോരുത്തരായിട്ട് കഴിച്ചു. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ലാസ്റ്റ് ഞാൻ അവരെയൊക്കെ പറഞ്ഞിട്ടിട്ട് നേരെ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ഡേ. ടാറ്റാ ബൈ ബൈ.